നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ നടക്കും, ചില ആളുകൾ ഓടും, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിമിലൊക്കെ നമ്മൾ ഏർപ്പെടാറുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാം ഒരു റെക്കോർഡായിട്ട് നമുക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഉദാഹരണത്തിന് ഒരാൾ നടക്കുന്നു, എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര സ്റ്റെപ്പ് ഓടി, എത്ര സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു എന്നൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സർസൈസിന് ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. എക്സസൈസിനെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗൂഗിൾ ഫിറ്റ്. ഗൂഗിൾ ഫിറ്റ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ഹെൽപ്ഫുൾ ആക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ജിമെയിൽ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇമെയിൽ നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ വരുന്നതാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയം ഗൂഗിൾ ഫിറ്റ്. ഗൂഗിൾ ഫിറ്റ് iOSൽ അവൈലബിൾ അല്ല, ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഗൂഗിൾ ഫിറ്റ് വെബിലും അവൈലബിൾ ആണ്. fit.google.com ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫിറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഗൂഗിൾ ഫിറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. താഴെ വന്നു കഴിഞ്ഞാൽ ഒരു മെനു ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ തന്നെ ആഡ് ലോഗ് യുവർ വെയിറ്റ്, ആഡ് ആക്ടിവിറ്റി, സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്നാണ് മെനൂസിൽ കാണുന്നത്. നമുക്കിനി ഒരു ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായി ആഡ് ഗോൾ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഒരു ദിവസം ഒരു 10,000 സ്റ്റെപ്പ് നടക്കണം എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗോളായിട്ട് സെറ്റ് ആവുന്നതാണ്. പിന്നെ നമുക്ക് വേണമെന്നുള്ള ഓടേണ്ടതാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ഈ 3 ഡോട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് ലോഗ് യുവർ വെയിറ്റ്. ലോഗ് യുവർ വെയിറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഈ വെയിറ്റ് ആയിരിക്കില്ല അടുത്ത മാസം. അപ്പോൾ ചില ആളുകളൊക്കെ വെയിറ്റുകൾ എപ്പോഴും ബാലൻസ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസം എത്രയായിരുന്നു നമ്മുടെ വെയിറ്റ് എന്നൊക്കെ നമുക്കിതിൽ ആഡ് ഓൺ ചെയ്യപ്പെടാൻ സഹായകരമാകുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ആഡ് ആക്ടിവിറ്റി. ഒരുപക്ഷെ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്താണ്, നാളെ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ദെൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി. നമുക്ക് പെട്ടെന്ന് ഒരു സൈക്ലിംഗ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം ഈ മെനു എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ റണ്ണിങ് ആണ് എന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 കൗണ്ട് ഡൗൺ ബാക്ക് ചെയ്യുന്നതാണ്. ദെൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓടുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്ക് എത്ര കലോറി കുറഞ്ഞു എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല ഏത് സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതൊക്കെ ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സഹായകരമാകുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ഹോം പേജ് ആണ്. ഇന്ന് ഞാൻ ചെയ്ത ആക്ടിവിറ്റികളെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഞാനിന്നൊരു 3000 സ്റ്റെപ്പ് വെക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി 1133 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു. 38 മിനിറ്റായി ഞാൻ ആക്ടിവിറ്റി തുടർന്നിട്ട്. 1.2 കിലോമീറ്റേഴ്സ് ഞാൻ ചെയ്തു. 1318 കലോറി കുറഞ്ഞു. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും. ഇനി സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ സൈക്ലിങ്ങിൻ്റെ ലിസ്റ്റൊക്കെ ഇതിൽ വരുന്നതാണ്. ഓരോ ഡേറ്റ് വൈസ് നമുക്കറിയാവുന്ന സിസ്റ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് താഴെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. ദെൻ റീസെൻ്റ് ആക്ടിവിറ്റി, ഞാൻ കുറച്ച് മുമ്പ് എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് അറിയാവുന്നതാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് 3 ഡോട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മൊത്തത്തിൽ നമ്മൾ ടോട്ടലി ചെയ്ത ആക്ടിവിറ്റിയെ കാണാനായിട്ട് ഷോ ഗ്രാഫ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഇതിൽ ആഡ് ചെയ്യപ്പെട്ട ഗോളുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ആക്ടിവിറ്റി ബാറാണ് ഈ കാണുന്നത്. അങ്ങനെ ഗ്രാഫ് രൂപത്തിൽ തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് കാണാൻ ആക്റ്റീവ് ടൈം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലോറി എത്ര കുറഞ്ഞു അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ വെച്ചു എന്നൊക്കെ അറിയാനൊക്കെ സഹായകരമാകുന്നതാണ്. എന്തായാലും എക്സസൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിന് കുറേ നാൾ കഴിയുമ്പോൾ മൊബൈൽ ഫോൺ മാറിയാൽ പോലും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് വഴി അതിലും ലോഗിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് അതിന് ലഭിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബിലും അവൈലബിൾ ആണ്. fit.google.com ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ആക്ടിവിറ്റി എല്ലാം നമുക്ക് വെബ്സൈറ്റിലും കാണാവുന്നതാണ്.
എന്തായാലും എക്സസൈസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൂഗിൾ ഫിറ്റ്. നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ നോക്കുക. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഫിറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു 10,000 സ്റ്റെപ്പ് നടക്കാൻ പോകുന്നു. ജസ്റ്റ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കലോറി കുറഞ്ഞെന്നൊക്കെ നമുക്ക് അറിയാൻ സഹായകരമാകുന്നതാണ്. എന്തായാലും ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോസ് ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നിങ്ങളൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.